ഒറിജിനൽ കറുവപ്പട്ടയ്ക്ക് പകരം ആയുർവേദ നിർമ്മാതാക്കളും മസാല പൊടി കമ്പനികളും വ്യാപകമായി വില കുറഞ്ഞതും ക്യാൻസർ, ലിവർ സിറോസിസ് രോഗത്തിന് കാരണമാകുന്നതുമായ കാസിയ ഉപയോഗിക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകനും കറുവപ്പട്ട കർഷകനുമായ ലിയാനാർഡ് ജോൺ. അവർക്കെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ FSSAI നടപടി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ലിയാനാർഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ അവസരത്തിൽ അത്യന്തം വിനാശകരമായ കാസിയ ഇറക്കുമതി സർക്കാർ നിരോധിക്കുകയാണ് വേണ്ടതെന്നും ലിയാനാർഡ് പറഞ്ഞു. ഇതിനകത്ത് വേറൊരു ഏറ്റവും വലിയൊരു സംഗതി ഇവരെ ഒഴിവാക്കിയത് വെബ്സൈറ്റിൽ നിന്ന് അന്ന് എനിക്ക് ലെറ്ററിന്റെ അകത്തുനിന്ന് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഈ കറുവപ്പട്ടയെ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് ക്യാൻസർ ഉണ്ടാക്കും, ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും, ലിവറിനാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്, പെർക്കിംഗ്, വയറിളക്കം, വയറിലെ ക്യാൻസർ ഒക്കെയാണ്. അപ്പൊ ഇത് ചെറിയ ചെലവല്ല ഇതിന് ഈ റിസർച്ചിന് വേണ്ടി ചെലവാക്കിയത്. ഇവര് ഇതിന്റെ ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് റിസർച്ചിനകത്ത് കൂട്ടുനിന്നിരിക്കുന്ന ഒന്ന് ടോക്സിക്കോളജി റിസർച്ച് സെന്റർ ലക്നൌ ആണ്, രണ്ടാമത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ റിസർച്ച് കൊണ്ടിരിക്കുന്നത്, മൂന്നാമത് ജർമ്മൻ BFR എന്ന് പറയും ജർമ്മൻ റിസർച്ചിനെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം വേറെ ഒന്ന് രണ്ട് ഇന്ത്യൻ മെഡിക്കൽ ജേർണലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കോടികൾ ചെലവാക്കി റിസർച്ച് നടത്തിയിട്ട് ഈ രണ്ട് സാധനം മാത്രം ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു പേരിന് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ച് ലോക റെക്കോർഡ് ഇറക്കുമതി ചെയ്യുക. എന്നിട്ട് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും പറയുന്നത് കറുവപ്പട്ടയ്ക്ക് വരെ കാസിയ ഉപയോഗിച്ച് വിൽക്കുന്നവരെ പിടിക്കാൻ ഇതാണ് ഇതിനെ പിടിക്കേണ്ട ആവശ്യം. ഇത് ഇറക്കുമതി നിരോധിച്ചാൽ പോലെ. ഈ പണ്ട് മലയാളത്തിൽ ഒരു പറയുന്നുണ്ട്, എലിനെ കൊല്ലാൻ ഇല്ല കത്തിക്കാറുണ്ട്. പക്ഷെ ഈ എലിനെ ഇറക്കുന്നത് തന്നെ ഫുഡ് സേഫ്റ്റിയാണ്. അതിന്റെ അത് രണ്ട് ഇല്ല കത്തിക്കുകയാണ് ചെയ്യുന്നത്. 2023 ഒക്ടോബർ 23 ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയുടെ ഫലമായി അന്നേ വർഷം നവംബർ 21 FSSAI രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുന്ന രീതിയിൽ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ വിപണികളിലും പരിശോധന നടത്തി വ്യാജ കറുവപ്പട്ടയായ കാസിയ വിൽക്കുന്നത് തടയണമെന്നും നിയമപരമായ നടപടിയെടുക്കണമെന്നുമാണ് ഉത്തരവ്. ഇതുകൂടാതെ തെറ്റിദ്ധരിപ്പിച്ച് ഒറിജിനൽ കറുവപ്പട്ടയ്ക്ക് പകരം കാസിയ വിൽക്കുന്ന കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കണമെന്നും സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2011 ഭക്ഷണ പദാർത്ഥത്തിലെ മായം ചേർക്കൽ വിരുദ്ധ നിയമപ്രകാരം നടപടിയുമെടുക്കും. FSSAI ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കറുവപ്പട്ടയിലെയും കാസിയ കോമറിൻ അളവും FSSAI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം 3% കൂടുതൽ കോമറിനുള്ള കാസിയ അനുവദനീയവുമല്ല. ഇറക്കുമതി ചെയ്യുന്ന കാസിയയിൽ 5% കോമറിനാണുള്ളത്. കറുവപ്പട്ടയിൽ ഇത് 0.1 ആണ് അനുപാതം. FSSAIയുടെ കഴിഞ്ഞ 5 വർഷമായി കാസിയയുടെ ദൂഷ്യഫലം പ്രസിദ്ധീകരിച്ചു വരുന്ന കസാൻഡ് ഒഴിവാക്കിയത് ദുരൂഹമാണെന്നും ലിയാനാർഡ് ജോൺ ആരോപിച്ചു. അത്യന്തം വിനാശകരമായ കാസിയ ഇറക്കുമതി സർക്കാർ നിരോധിക്കുകയാണ് വേണ്ടതെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ലിയാനാർഡ് ജോൺ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.